Okay, now we will discuss if the if the object is subjected to some shear stress. ഇപ്പം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ എന്നുള്ള കേസസ് ആണ്. ഒബ്ജക്റ്റിൽ ഒരു യൂണി ആക്സിയൽ ലോഡിങ്, ബൈ ആക്സിയൽ ലോഡിങ്, ട്രൈ ആക്സിയൽ ലോഡിങ്, മൂന്ന് കേസിലും നോർമൽ സ്ട്രെസ് മാത്രമേ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് the equations corresponding to shear stress. Okay, so for that we assume an object ഒരു ഇനീഷ്യലി ഡോട്ടഡ് ലൈനിൽ കാണിച്ചതാണ് ഇനീഷ്യൽ ഇനീഷ്യൽ ഷേപ്പ് ഓഫ് ദ ഒബ്ജക്ട് ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റഡ് ബൈ സം ഷിയർ സ്ട്രെസ്. ടോ എന്നുള്ളത് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ നാല് സൈഡിലും ഷിയർ സ്ട്രെസ് സർഫസിന് പാരലായിട്ട് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ബിക്കോസ് ഓഫ് ദ എഫക്ട് ഓഫ് ദി ഷിയർ സ്ട്രെസ് ദ ആംഗിൾ, ഈ ഷിയർ സ്ട്രെസ് കൊണ്ട് എന്ത് സംഭവിക്കും, ഷിയർ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഇനീഷ്യൽ 90 ഡിഗ്രി ഉണ്ടായിരുന്ന ആംഗിൾ ഒരു ഡിഫോം ചെയ്ത് പുതിയൊരു ആംഗിളിലേക്കാവും. ദാറ്റ് ആംഗുലർ ചേഞ്ച് 90 ഡിഗ്രിയിൽ നിന്ന് എത്രയാണോ ഡീവിയേറ്റ് ചെയ്തത് ആ ചേഞ്ചിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പേര് കൊടുത്തത്. So because of this shear stress there will be some shear strain formation. This solid line or this blue surface represents the deformed shape and this dotted surface represents the initial shape. Okay, now just like the tension test, with the help of tension test we can plot the relation between normal stress and normal strain. Just like that we can conduct torsion test. ഓക്കെ, നിങ്ങൾ എസ് എം ലാബിൽ പിന്നെ ചെയ്യും, ടോർഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ടോർഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിൻ ആയിരിക്കും. സോ ഇഫ് യു പ്ലോട്ട് ഷിയർ സ്ട്രെസ് വേഴ്സസ് ഷിയർ സ്ട്രെയിൻ ഗ്രാഫ്, നമുക്ക് നോർമൽ സ്ട്രെസ് നോർമൽ സ്ട്രെയിൻ ഗ്രാഫ് പോലെ ഇവിടെയും നമുക്കൊരു ഗ്രാഫ് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് റേഞ്ച് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഡീഫോർമേഷൻ ഉണ്ടാവും. എല്ലാം സിമിലർ ടെൻഷൻ ടെസ്റ്റിൽ അതേ സിമിലർ പാറ്റേണിൽ ഇവിടെയും നമുക്ക് സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും കണ്ടുപിടിക്കാൻ പറ്റും. Then here also up to the proportionality limit the shear stress is directly proportional to shear strain. Okay, or shear stress can be written as shear stress is equal to some constant g into shear strain, or where g is the slope of this line. നിങ്ങൾ നേരത്തെ normal stress is equal to Young's modulus E into നോർമൽ സ്ട്രെയിൻ എഴുതിയ മാതിരി തന്നെ നോർമൽ സ്ട്രെയിൻ എഴുതിയ പോലെ തന്നെ ഇവിടെ നമുക്ക് ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഷിയർ സ്ട്രെയിൻ എഴുതാൻ പറ്റും. വേർ ജി മീൻസ് ഇറ്റ് ഇസ് ആക്ച്വലി ദ സ്ലോപ്പ് ഓഫ് ദിസ് ലൈൻ. ഈ ലൈനിൻ്റെ സ്ലോപ്പ് ആയിരിക്കും ജി. സോ ഈ ജി എന്നുള്ള ടേമിനെ വിളിക്കുന്ന പേരാണ് ഇവിടെ മോഡുലസ് ഓഫ് ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള കണക്ഷനാണ്. ഈ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും കണക്ട് ചെയ്യുന്ന ആ കോൺസ്റ്റന്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ഓർ സിംപ്ലി ഷിയർ മോഡുലസ് ഓർ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഇങ്ങനെയുള്ള പേരിലാണ് ജി അറിയപ്പെടുന്നത്. ജി സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ ജി എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യാറുണ്ട്, സി യൂസ് ചെയ്യാറുണ്ട്, ചില ടെക്സ്റ്റ് ബുക്കിൽ എന്നും യൂസ് ചെയ്ത് കാണാറുണ്ട്. ബട്ട് സാധാരണയായിട്ട് ജി ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ മോഡുലസ് ഓഫ് റിജിഡിറ്റീനെ റെപ്രസെന്റ് ചെയ്യാൻ ജി ആണ് യൂസ് ചെയ്യുന്നത്. വേർ ജി ഈസ് നോൺ ആസ്, ഇതിന്റെ പേര് ഓർമ്മിക്കുക, മറന്നു നേരത്തെ ഇ ആയിട്ട് കൺഫ്യൂഷൻ ആവരുത്. ഇ മീൻസ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ജി മീൻസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇവിടെ നിന്ന് ഇത് പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. ഷിയർ സ്ട്രെസ് കോസസ് ദ ഡിഫോർമേഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. The length of the sides of the element do not change, but the element undergoes a distortion from rectangle to parallelogram. അപ്പം ഇവിടെ ഷിയർ സ്ട്രെസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ, വേറെ നോർമൽ സ്ട്രെസ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്യാത്തതുകൊണ്ട് നോർമൽ സ്ട്രെയിൻ 0 ആയിരിക്കും. ഷിയർ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. സോ ദർ വിൽ ബി ഓൺലി ഷിയർ സ്ട്രെയിൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആംഗുലർ ഡിഫോർമേഷനെ സംഭവിക്കുള്ളൂ. ഈ ഇനീഷ്യൽ ലെങ്ത്തും ഫൈനൽ ലെങ്ത്തും, ഈ എല്ലാ എലമെന്റിന്റെയും ഇനീഷ്യൽ ലെങ്ത്, എല്ലാ സൈഡിന്റെയും ഇനീഷ്യൽ ലെങ്ത്തും ഫൈനൽ ലെങ്ത്തും സെയിം ആയിരിക്കും. ഓൺലി ആംഗിൾ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ബിക്കോസ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് എലമെന്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഓൺലി shear stress. That means it's a pure shear case. ഒരു പ്യുവർ ഷിയർ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ദർ ഇസ് നോ normal stress and corresponding normal strain. Okay, now it can be shown that the relationship between shear stress tau and the shear strain
gamma is linear within the elastic range. ഞാനിവിടെ പറഞ്ഞു നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം, ടോർഷണൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ആ ഗ്രാഫിൽ നിന്ന് ഒരു ഇലാസ്റ്റിക് റേഞ്ചിൽ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓർ വി ക്യാൻ റൈറ്റ് ടോ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ. ദിസ് ഇസ് നോൺ ആസ് ദ ഹൂക്സ് ലോ കറസ്പോണ്ടിങ് ടു ഷിയർ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൂക്സ് ലോ ആണ്. വേർ ജി ഈസ് നോൺ ആസ് ഷിയർ മോഡുലസ് ഓർ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ കൂടുതലായിട്ടും ഈ ടേം ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്നാണ് യൂസ് ചെയ്യാറ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ്. സോ ഈ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച യങ്സ് മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു പുതിയ ടേമും കൂടി കണ്ടുപിടിക്കും, ബൾക്ക് മോഡുലസ്. ഇങ്ങനെ ഈ മൂന്ന് ടേമിനെയും കൂടി വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. ഇറ്റ് ഈസ് നോൺ ആസ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്. നമ്മൾ കെ എന്നുള്ള ടേം ഡിഫൈൻ ചെയ്യും, ഇ എന്നുള്ള ഡിഫൈൻ ചെയ്തു. ഇ മീൻസ് നോർമൽ സ്ട്രെസ്സും നോർമൽ സ്ട്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ഇ ഓർ യങ്സ് മോഡുലസ്. ജി മീൻസ് ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും കണക്ട് ചെയ്യുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് ജി. ഓക്കെ, സോ ഇതാണ് ഹൂക്സ് ലോ കറസ്പോണ്ടിങ് ടു ദ ഷിയർ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടോ എക്സ് വൈ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ എക്സ് വൈ. ഇനി വൈ സെഡ് ആണെങ്കിൽ ടോ വൈ സെഡ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ വൈ സെഡ്. സോ സ്ട്രെസ്സും സ്ട്രെയിനും ലീനിയർലി കണക്ട് ചെയ്തു. ഓക്കെ, ഒരു കോൺസ്റ്റന്റും ഉണ്ട്. സോ ഇറ്റ്സ് എ ഹൂക്സ് ലോ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പുതിയൊരു ടേമാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് ഇനീഷ്യലി കുറച്ച് ഡെഫിനിഷൻസ് ആണ്, അതായത് യങ്സ് മോഡുലസ്, പോയിസോൺസ് റേഷ്യോ, ബൾക്ക് മോഡുലസ്, അങ്ങനെ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. അതിൽ വരുന്ന നെക്സ്റ്റ് ഡെഫിനിഷനാണ് ഡയലാറ്റേഷൻ ഓർ വോളിയോമെട്രിക് സ്ട്രെയിൻ. ഡയലാറ്റേഷൻ ഓർ വോളിയോമെട്രിക് സ്ട്രെയിൻ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം, സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അപ്പോൾ ഇവിടെ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം. ഇപ്പോൾ ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ഇതിൽ ലോഡ് ആക്ട് ചെയ്യണം അല്ലെങ്കിൽ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പം ഇതിൻ്റെ വോളിയം ചേഞ്ച് ആവും. ഇപ്പം നോർമൽ സ്ട്രെസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഷേപ്പിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. നോർമൽ സ്ട്രെസ് ആയതുകൊണ്ട് സപ്പോസ് ഈ ഒരു ഒബ്ജക്റ്റിൽ നോർമൽ സ്ട്രെസ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്, ദർ ഇസ് അസ്യൂം ദാറ്റ് ദർ ഇസ് നോ ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ടോ എക്സ് വൈ, ടോ വൈ സെഡ് അങ്ങനത്തെ ഷിയർ സ്ട്രെസ് സംഭവങ്ങളൊക്കെ സീറോ എന്ന് ചോദിച്ചു. സോ ഇതിൽ നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്, അതായത് ഈ കാണിച്ച പോലെ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 ഇങ്ങനെ നോർമൽ സ്ട്രെസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. സോ ഇതിന് സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 പേര് കൊടുക്കാൻ കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷിയർ സ്ട്രെസ് സീറോ ആണെന്ന്. ഷിയർ സ്ട്രെസ് സീറോ ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്ട്രെസ് എന്തായിരിക്കും? അത് പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിരിക്കും അല്ലേ? ഷിയർ സ്ട്രെസ് സീറോ ആകുമ്പോൾ മാക്സിമം നോർമൽ സ്ട്രെസ് കിട്ടും. അതിനെയാണ് നമുക്ക് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് വിളിക്കുന്നത്. മാക്സിമം, മിനിമം, ഒരു ഇന്റർമീഡിയറ്റ്, ഇങ്ങനെ 3 സ്ട്രെസ്സസ് കിട്ടും. അതിനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ സാധാരണ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്നുള്ള ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാറ്. സോ ഇങ്ങനെ ഒരു ഒരു വോളിയം ഉണ്ട്, അതിൻ്റെ ഡയമെൻഷൻസ് ഇതാണ് ഡി എക്സ്, ഡി വൈ, ഡി സെഡ്. ഇതിൽ സപ്പോസ് ദർ ഈസ് നോ ഷിയർ സ്ട്രെസ്, ദെൻ ദ സ്ട്രെസ് ആക്ടിങ് ഓൺ ദിസ് cubical element will be sigma 1, sigma 2 and sigma 3. And because of this, ഈ 3 സ്ട്രെസ്സിനെ കൊണ്ടും നോർമൽ സ്ട്രെസ്സിനെ കൊണ്ടും എന്ത് സംഭവിക്കും? നോർമൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ ഉണ്ടാവും. അതുകൊണ്ട് ഈ ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ആവും. ഇനീഷ്യൽ വോളിയം, ഈ വോളിയം കമ്പയർ ചെയ്യുമ്പം ഇത് വോളിയം ഇൻക്രീസ് ആയി. അപ്പോൾ അത് എത്രയാണോ ഇൻക്രീസ് ആയത്, അതായത് ചേഞ്ച് ഇൻ വോളിയം എത്രയാണോ ഡിവൈഡഡ് ബൈ ഇവിടെ ഇനീഷ്യലി എത്രയാണോ വോളിയം ഉണ്ടായത്, ആ ടേമിനെ വിളിക്കുന്ന പേരാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ഡയലാറ്റേഷൻ. ഓക്കെ, ഇനി ഇവിടെ വായിച്ചു നോക്കുക. വെൻ ആൻ ഇലാസ്റ്റിക് മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് ടു നോർമൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്താൽ എന്താ കുഴപ്പം സംഭവിക്കാം? ഇതിലിപ്പോൾ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആംഗിളൊക്കെ മാറും, ഇതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ നമുക്ക് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും, വോളിയം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ്സ് എലമെന്റ് ഈസ് സബ്ജക്റ്റഡ് ടു ഓൺലി നോർമൽ സ്ട്രെസ്. ദാറ്റ് മീൻസ് ഷിയർ സ്ട്രെസ് സീറോ, കറസ്പോണ്ടിംഗ്ലി ദർ വോണ്ട് ബി എനി ഷിയർ സ്ട്രെയിൻ. ഓക്കെ, so the strain that are produced will cause its volume to change. വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവും. For example, if the volume element in figure A subjected to the principal stresses sigma 1, sigma 2 and sigma 3 as shown in figure B. Figure B കാണിച്ചതുപോലെ ഈ ഒരു എലമെന്റിന് 3 stresses ആക്ട് ചെയ്യും. Then the length of the sides of the element become 1 plus epsilon x dx, 1 plus epsilon y dy and 1 plus epsilon z dz. അതെങ്ങനെയാണ് കിട്ടിയത് നമുക്ക് നോക്കാം. ഇനീഷ്യൽ ഡയമെൻഷൻ
dx, dy and dz ആയിരുന്നു. അതിൽ ഈ നോർമൽ സ്ട്രെസ് സിഗ്മ 1, സിഗ്മ 2 ആൻഡ് സിഗ്മ 3 ആക്ട് ചെയ്യുമ്പം അതിൻ്റെ ഡയമെൻഷൻ പുതിയ ഫൈനൽ ഈ ലെങ്ത് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി 1 പ്ലസ് എപ്സിലോൺ എക്സ് ഡി എക്സ് ആയിരിക്കും. അതേമാതിരി y എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് എപ്സിലോൺ ബൈ ഡി വൈ ആയിരിക്കും. അതേപോലെ z ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1 പ്ലസ് എപ്സിലോൺ സെഡ് ഇൻറ്റു ഡി സെഡ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നോക്കുകയാണ്. നമുക്ക് സാധാരണ നിങ്ങളെ സ്ട്രെയിനിൻ്റെ നോർമൽ സ്ട്രെയിൻ അല്ല ആക്സിയൽ സ്ട്രെയിനിൻ്റെ ബേസിക് ഡെഫിനിഷൻ എടുത്താൽ മതി. സോ ഇതാണ് നമ്മളെ ഇനീഷ്യൽ, സപ്പോസ് ഞാൻ ഡി എക്സ് മാത്രം ഒന്ന് കാണിച്ചു തരാം. ഡി എക്സ് ആണ്, ഇതാണ് ഇനീഷ്യൽ ലെങ്ത്. നൗ ഈ സിഗ്മ 1 ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ലെങ്ത് പുതിയൊരു ലെങ്ത് ഇൻക്രീസ് ആയി എന്ന് വിചാരിച്ചു. സപ്പോസ് ഇത്രയാണ് ഇത് ഇൻക്രീസ് ആയത്. ഇനീഷ്യൽ ലെങ്ത് ഡി എക്സ് ആയിരുന്നു. ദ ഫൈനൽ ലെങ്ത് ഈസ് ഇത് ദാറ്റ് സൈഡ്, ഈ ഡി എക്സ് എന്നുള്ള സൈഡ് ഇലോങ്ങേറ്റ് ചെയ്തു കുറച്ച് ലെങ്ത് കൂടി, ഇത്രയും ലെങ്ത് കൂടി എന്ന് വിചാരിച്ചു. സോ ഇതാണ് സപ്പോസ് ദിസ് ദ ഫൈനൽ ലെങ്ത്, ഡി എക്സ് ഫൈനൽ എന്ന് കൊടുത്തു. അതായത് ഈ ലെങ്ത്, ഈ എക്സ് ഡയറക്ഷനിലുള്ള ഈ ലെങ്ത്, ആ ലെങ്ത്തിന് ഞാൻ ഡി എക്സ് ഫൈനൽ എന്ന് പേര് കൊടുത്തു. ഡി എക്സ് ഫൈനൽ ഈസ് ദ ഫൈനൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. നൗ വി നോ ദാറ്റ് the strain in x direction is equal to change in direction, change in dimension in x direction. Change in x direction എത്രയാണോ ചേഞ്ച് വന്നത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഒറിജിനൽ ഡയമെൻഷൻ ഈസ് നത്തിങ് ബട്ട് യുവർ ഡി എക്സ്. ഡി എക്സ് ആണ് ഒറിജിനലി ഇതിനുണ്ടായത്. ഇനി ചേഞ്ച് ഇൻ ഡയമെൻഷൻ നമുക്ക് എന്ത് എഴുതാം? ഡി എക്സ് ഫൈനൽ മൈനസ് ഡി എക്സ് ഇനീഷ്യൽ. ഡി എക്സ് ഫൈനൽ മൈനസ് ഡി എക്സ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ഡി എക്സ് തന്നെയാണ്, ഡിവൈഡഡ് ബൈ ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു ഇത് എന്ന് കിട്ടി. സോ അതൊന്ന് ഡി എക്സ് ഫൈനൽ കണ്ടുപിടിക്കാം. സോ ഡി എക്സ് ഫൈനൽ, ദ ഫൈനൽ ലെങ്ത് ഓഫ് ദ എലമെന്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡി എക്സ് എന്ന് വരും. ഇത് ഇങ്ങോട്ട് പോകും, എപ്സിലോൺ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ആ ടേമിൻ്റെ കൂടെ ഒരു ഡി എക്സും കൂടി വരും. ദാറ്റ് വിൽ ബി യുവർ ഡി എക്സ് ഫൈനൽ. സോ ഇതിനെ ഒന്ന് മാറ്റി എഴുതി ഡി എക്സ് പുറത്തെടുത്ത് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡി എക്സ് ഇൻറ്റു 1 പ്ലസ് എപ്സിലോൺ എക്സ് എന്ന് കിട്ടും. അതാണ് ഫൈനൽ എലമെൻറ്റിൻ്റെ ലെങ്ത്. സോ അതാണ് ഇവിടെ എഴുതിയത്. ഡി എക്സ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എപ്സിലോൺ എക്സ് ഇൻറ്റു ഡി എക്സ്. സിമിലർലി നമുക്ക് വൈ ഡയറക്ഷനിലുള്ള ഈ ഇൻക്രിമെൻ്റ് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാം. ഇതേമാതിരി ചെയ്താൽ ഇറ്റ് വിൽ ബി 1 പ്ലസ് എപ്സിലോൺ വൈ ഇൻറ്റു ഡി വൈ ആയിരിക്കും. സെഡ് ഡയറക്ഷനിൽ 1 പ്ലസ് എപ്സിലോൺ സെഡ് ഇൻറ്റു ഡി സെഡ് ആയിരിക്കും. സോ ദീസ് ആർ ദ ഫൈനൽ ഡയമെൻഷൻസ് ഓഫ് ദിസ് ക്യൂബിക്കൽ എലമെൻറ്റ്. ഇനീഷ്യലി ഡി എക്സ് ഡി വൈ ഡി സെഡ് ആയിരുന്നു, അത് ഫൈനലി ഇങ്ങനെയായിട്ട് മാറി. 1 പ്ലസ് എപ്സിലോൺ എക്സ് ഡി എക്സ്, 1 പ്ലസ് എപ്സിലോൺ വൈ ഡി വൈ ആൻഡ് 1 പ്ലസ് എപ്സിലോൺ സെഡ് ഡി സെഡ്. Now we can calculate the volumetric strain. That means the change in volume, final volume minus initial volume divided by original volume. So next I am going to calculate the change in volume. So ഈ എലമെന്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വോളിയം, ഇനീഷ്യൽ വോളിയം മീൻസ് ഇറ്റ് ഈസ് ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ് ആണ് ഫൈനൽ വോളിയം. ഇതാണ് ഇനീഷ്യൽ വോളിയം. ഫൈനൽ വോളിയം മീൻസ് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് this dimension, this into the y directional increment, this dimension and this one. അതിൻ്റെ മൂന്നിൻ്റെയും കൂടി പ്രോഡക്റ്റ് ആണ്. സോ ദ ചേഞ്ച് ഇൻ വോളിയം മീൻസ് ദിസ് വി ഫൈനൽ. ചേഞ്ച് ഇൻ വോളിയം ഡി വി മീൻസ് വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ആയിരിക്കും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ചേഞ്ച് ഇൻ വോളിയം ഈസ് ഈക്വൽ ടു ഫൈനൽ ഡയമെൻഷൻ 1 പ്ലസ് എപ്സിലോൺ എക്സ്, 1 പ്ലസ് എപ്സിലോൺ വൈ, 1 പ്ലസ് എപ്സിലോൺ സെഡ്, അതിൻ്റെ കൂടെ ഒരു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഉണ്ടാവും. ഇതാണ് ഫൈനൽ ഡയമെൻഷൻ മൈനസ് ഇനീഷ്യൽ ഡയമെൻഷൻ ഈസ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. അല്ല ഈ ഇതിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇവിടെ പുറത്തെടുത്ത് എഴുതിക്കുന്നേ ഉള്ളൂ. ഇതേ ടേം തന്നെയാണ് ഇതും, ഇതേ ടേം തന്നെയാണ് ഈ ടേം, ഈ ടേം, ഈ ടേം. ആ ടേമിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഓക്കെ, സോ ഇങ്ങനെ കിട്ടും. നൗ ഇഫ് യു എക്സ്പാൻഡ് ദിസ്, ഇപ്പോൾ ഇതിനെ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഒക്കെ ഒഴിവാക്കി എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 1 പ്ലസ് 1 വരും, 1 പ്ലസ് എപ്സിലോൺ വൈ, അതേമാതിരി 1 പ്ലസ് എപ്സിലോൺ സെഡ്, അതേമാതിരി എപ്സിലോൺ എക്സ് ഇൻറ്റു എപ്സിലോൺ വൈ എന്നുള്ള ടേമൊക്കെ വരും. എപ്സിലോൺ എക്സ് ഇൻറ്റു എപ്സിലോൺ സെഡ് വരും. അങ്ങനെ കുറേ ടേംസ് വരും. അപ്പോൾ അതിൽ ആക്ച്വലി ദിസ് സ്ട്രെയിൻ, the change in dimension in x direction, change in dimension in y direction and change in dimension in z direction, it will be very 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 small quantity, അല്ലേ? very minute quantities ആയിരിക്കും. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആയിട്ട് കൺസിഡർ ചെയ്യും. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിന് പ്രാക്ടിക്കൽ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുമ്പോൾ the deformation will be
വെരി നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റി. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ എപ്സിലോൺ എക്സ് ഇൻറ്റു എപ്സിലോൺ എക്സ് അല്ലെങ്കിൽ എപ്സിലോൺ വൈ ഇൻറ്റു എപ്സിലോൺ എക്സ് ഇങ്ങനെ സ്ട്രെയിൻ്റെ പ്രൊഡക്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് സ്ട്രെയിൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഹയർ ഓർഡർ ടേംസ് വരുമ്പം അത് ഒന്നും കൂടി ചെറുതാവും. സോ വി ക്യാൻ നെഗ്ലക്ട് ദ ഹയർ ഓർഡർ ടേംസ് ഓർ പ്രോഡക്ട്സ് ഓഫ് സ്ട്രെയിൻസ്. അപ്പം അങ്ങനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് അതിൽ മൾട്ടിപ്ലിക്കേഷൻ എപ്സിലോൺ എക്സ് ഇൻറ്റു എപ്സിലോൺ വൈ, എപ്സിലോൺ എക്സ് ഇൻറ്റു എപ്സിലോൺ സെഡ്, എപ്സിലോൺ വൈ ഇൻറ്റു എപ്സിലോൺ സെഡ് അങ്ങനത്തെ ടേംസ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ബാക്കി സിംപ്ലിഫൈ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ ചേഞ്ച് ഇൻ വോളിയം ആസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ സെഡ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നുള്ള ഒരു ടേം കിട്ടും. ബാക്കി ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. Expanding and neglecting the products of the strains, since the strains are very small, we get delta V is equal to change in volume is equal to epsilon x plus epsilon y plus epsilon z into dx into dy into dz. Okay, now the change in volume per unit volume, and already പറഞ്ഞു change in volume divided by initially എത്രയാണോ ഉണ്ടായിരുന്നത് is called the volumetric strain or the dilatation. It is generally represented by the small letter e. So dilatation എന്ത് വരും? Dilatation is equal to ഇതാണ് change in volume epsilon x plus epsilon x plus epsilon y plus epsilon z into dx dy dz divided by original volume. Original volume is dx dy dz തന്നെ ആയിരിക്കും. സോ ഇത് ക്യാൻസൽ ചെയ്ത് പോകും. സോ ദ ഡയലറ്റേഷൻ will be equal to ഇതായിരിക്കും ഇതിൻ്റെ ഇക്വേഷൻ എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ സെറ്റ്. അപ്പോൾ ഇതുപോലെ ഒരു എലമെൻറ്റിൽ 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം അല്ലെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ മീൻസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ സെഡ് ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഫസ്റ്റ്, വാട്ട്സ് ദ ഡെഫിനിഷൻ ഓഫ് dilatation or volumetric strain? Volumetric strain is nothing but change in volume by original volume. ഇനി അത് ഒരു എലമെന്റിൽ സിഗ്മ 1 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് പറഞ്ഞിട്ടുള്ള 3 നോർമൽ സ്ട്രെസ് മാത്രം ആക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽ അവിടുത്തെ വോളിയോമെട്രിക് സ്ട്രെയിൻ വിൽ ബി ഈക്വൽ ടു എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ സെഡ് ആയിരിക്കും. ഓക്കെ, നൗ നമുക്ക് ഓൾറെഡി വേണമെങ്കിൽ ഇതിനെ ഇൻ ടേംസ് ഓഫ് സ്ട്രെസ്സിൻ്റെ ടേംസിലും എഴുതാം. അപ്പോൾ ഡയലറ്റേഷൻ ഇ അല്ലെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ ഇ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇൻ ടേംസ് ഓഫ് സ്ട്രെയിൻ ആണ്. എപ്സിലോൺ എക്സ് എപ്സിലോൺ വൈ എപ്സിലോൺ സെഡ് ആർ ദ സ്ട്രെയിൻ കമ്പൗണ്ട്സ് അല്ലേ. ഇനി അതിന് പകരം ഇതിനെ സ്ട്രെയിനും സ്ട്രെസ്സും നമ്മൾ കണക്ട് ചെയ്യുന്നത് നമുക്ക് ഹൂക്സ് ലോ അറിയാം. എപ്സിലോൺ എക്സും സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡും ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. അതേമാതിരി എപ്സിലോൺ വൈയും സിഗ്മ എക്സും സിഗ്മ വൈയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. അതായത് വി നോ ദീസ് ഇക്വേഷൻസ്. എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു ദിസ് വൺ, എപ്സിലോൺ വൈ എന്ന് പറഞ്ഞാൽ ഇതാണ്, എപ്സിലോൺ സെഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദിസ് ഈസ് ആക്ച്വലി ഹൂക്സ് ലോ. സോ നമുക്ക് ഹൂക്സ് ലോ വെച്ചിട്ട് വേണമെങ്കിൽ എപ്സിലോൺ എക്സിനും എപ്സിലോൺ വൈക്കും എപ്സിലോൺ സെഡിനും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിഗ്മ എക്സിന് പകരം നമുക്ക് സിഗ്മ 1 എന്ന് കൊടുക്കാം, സിഗ്മ വൈക്ക് പകരം സിഗ്മ 2 എന്ന് കൊടുക്കാം, സിഗ്മ സെഡിന് പകരം സിഗ്മ 3 ആണ് നമ്മളെ കേസിലുള്ളത്. ഈ നമ്മൾ ഡയലറ്റേഷൻ ഡിഫൈൻ ചെയ്തപ്പം എക്സ് ഡയറക്ഷനിൽ സിഗ്മ 1 ആയിട്ട് അസ്യൂം ചെയ്തു, വൈ ഡയറക്ഷൻ സിഗ്മ 2 ആൻഡ് സെഡ് ഡയറക്ഷൻ സിഗ്മ 3. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഈ എപ്സിലോൺ എക്സിനും എപ്സിലോൺ വൈക്കും എപ്സിലോൺ സെഡിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ the equation will become like this: 1 minus 2 mu into sigma 1 plus sigma 2 plus sigma 3. അപ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട, ഇതൊന്നും നമുക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് ഓർമ്മിച്ച് വെക്കുക. വോളിയോമെട്രി സ്ട്രെയിൻ മീൻസ് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം ആണ്. അതൊരു എലമെന്റിൽ നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന എലമെന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ദ സം ഓഫ് 3 ലീനിയർ സ്ട്രെയിൻ, എക്സ് ഡയറക്ഷണൽ ലീനിയർ സ്ട്രെയിൻ പ്ലസ് വൈ ഡയറക്ഷണൽ ലീനിയർ സ്ട്രെയിൻ പ്ലസ് സെഡ് ഡയറക്ഷണൽ ലീനിയർ സ്ട്രെയിൻ. 3 ഡയറക്ഷനിലുള്ള ലീനിയർ സ്ട്രെയിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയോമെട്രിക് സ്ട്രെയിൻ കിട്ടും. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. അതിൻ്റെ കൂടെ ഈ ഇക്വേഷനും ഓർമ്മിച്ച് വെക്കുക, ഇതും ഓർമ്മിച്ച് വെക്കുക. അത് ഇതേ ഫോർമാറ്റിൽ ഓർമ്മിച്ചില്ലെങ്കിലും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ 3 ടേബിൾ മാറി എപ്സിലോൺ എക്സ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദിസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. അങ്ങനെ ഓർമ്മിച്ച് വെച്ചാലും മതി. ഇങ്ങനെ 1/e എന്നൊക്കെ പുറത്തെടുത്തിട്ട് ഈ ഒരു ഫോർമാറ്റിൽ ഓർക്കണമെന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളെ കൺവീനിയൻസ് അതിനനുസരിച്ച് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, നൗ we are going to define the third elastic constant. അപ്പോൾ നമ്മൾ ഓൾറെഡി യങ്സ് മോഡുലസ് കണ്ടുപിടിച്ചു. യങ്സ് മോഡുലസ് ഈസ് റിലേറ്റിംഗ്
It's the constant which relates direct stress, normal stress and normal strain. Then modulus of rigidity G എന്നുള്ള കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്തു, which connects shear stress and shear strain. ഇപ്പം നമ്മൾ ഒരു പുതിയ സ്ട്രെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, വോളിയോമെട്രിക് സ്ട്രെയിൻ. സോ ആ വോളിയോമെട്രിക് സ്ട്രെയിനും സ്ട്രെസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന പുതിയൊരു കോൺസ്റ്റന്റ് ആണ് ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ജനറലി ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ കെ. സോ ബൾക്ക് മോഡുലസ് കണക്ട്സ് വോളിയോമെട്രിക് സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്. സോ ഇത് നിങ്ങൾക്ക് ഇത്ര ഇത് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ജസ്റ്റ് അതിൻ്റെ കൺസെപ്റ്റ് മാത്രം മതി. ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട്. അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പാസ്കൽസ് ലോ പഠിച്ചിട്ടുണ്ടാവും. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ ഒരു ഒബ്ജക്റ്റ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ, നിൽക്കുകയാണെങ്കിൽ, ഒരു സ്റ്റാറ്റിക് സ്റ്റേഷനറി ഫ്ലൂയിഡ് ഉണ്ട്, ലിക്വിഡോ ഗ്യാസ് എന്തെങ്കിലും ഉണ്ട്, അതിലൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ at any point in all directions will be constant. എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന പ്രഷർ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ, വെൻ എ വോളിയം എലമെന്റ് ഓഫ് മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് ടു യൂണിഫോം പ്രഷർ P caused by the static fluid, the pressure will be same in all directions. അപ്പോൾ അതായത് നമ്മളൊരു ഫ്ലൂയിഡിൽ ഒരു എലമെന്റ്, ഇങ്ങനെ ഒരു ഫ്ലൂയിഡിൽ ഒരു എലമെന്റ് ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന പ്രഷർ സെയിം ആയിരിക്കും. അതിനെയാണ് പാസ്കൽസ് ലോ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഡയറക്ഷനിലും പ്രഷർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് സ്ട്രെസ് ആണ്, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അത് ആൾവേസ് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ആക്ട് ചെയ്യുക. നോർമൽ സ്ട്രെസ്സിന് ഇക്വലൻ്റ് ആണ് ഫ്ലൂയിഡിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് സിഗ്മ വണ്ണിന് പകരം ഇതൊരു ഫ്ലൂയിഡിൽ ഡിപ്പ് ചെയ്ത ഒരു എലമെന്റ് ആണെന്ന് വിചാരിച്ചു. സോ എല്ലാ ഡയറക്ഷനിലും പി ആയിരിക്കും ആക്ട് ചെയ്യുക. സിഗ്മ വണ്ണും പി ആയിരിക്കും, സിഗ്മ ടൂവും പി ആയിരിക്കും, സിഗ്മ ത്രീയും പി ആയിരിക്കും. ദാറ്റ് ഇസ് വാട്ട് പാസ്കൽസ് ലോ സേസ്. എല്ലാ ഏത് ഡയറക്ഷനിൽ എടുത്താലും ഈ ഫ്ലൂയിഡ് ഈ ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ, പ്രഷർ ആയതുകൊണ്ടാണ് അത് ടുവേർഡ്സ് കംപ്രസീവ് നാച്ചറുമാരി ടുവേർഡ്സ് ദ എലമെന്റ് ആയിരിക്കും. എലമെന്റിന്റെ മുകളിലേക്കാണ് പ്രഷർ ആക്ട് ചെയ്യുക. ഫ്ലൂയിഡ് ഈ എലമെന്റിന്റെ മുകളിലേക്ക് പ്രഷർ കൊടുക്കും. സോ എല്ലാ ഡയറക്ഷനും സിഗ്മ വൺ വി ക്യാൻ റൈറ്റ് സിഗ്മ വൺ ഇസ് ഈക്വൽ ടു പി, സിഗ്മ ടു ഇസ് ഈക്വൽ ടു പി ആൻഡ് സിഗ്മ ത്രീ ഇസ് ഈക്വൽ ടു പി. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ലോഡിങ് നമുക്ക് സോളിഡിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ സോളിഡിൽ ഇങ്ങനെ കുറേ ലോഡിംഗ് ആണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ലോഡിങ്ങിനെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോഡിംഗ് എന്ന് പറയുക. അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന എല്ലാ ഡയറക്ഷനിലും ഈക്വൽ പ്രഷർ അല്ലെങ്കിൽ ഈക്വൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നതിനെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോഡിംഗ് ഓർ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. സോ ഈ കേസിൽ ഇങ്ങനത്തെ കേസിൽ ഷിയർ സ്ട്രെസ് ഉണ്ടാവില്ല, നോർമൽ പ്രഷർ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രഷർ എപ്പോഴും ഈ സർഫസിന് നോർമലായിട്ടും ആക്ട് ചെയ്യാം. നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. സോ ഷിയർ സ്ട്രെസ് വിൽ നോട്ട് ബി പ്രസന്റ് സിൻസ് ദ ഫ്ലൂയിഡ് ഡസ് നോട്ട് ഫ്ലോ അറൌണ്ട് ദ എലമെന്റ്. ഈ വേറെ ഡയറക്ഷനിൽ എലമെന്റ് ഫ്ലോ ചെയ്യുന്നില്ല. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ ഷിയർ സ്ട്രെസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഫ്ലൂയിഡ് സ്റ്റേഷനറി ആകുമ്പോഴാണ് പാസ്കൽസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുക. സ്റ്റേഷനറി ആയതുകൊണ്ട് ഫ്ലൂയിഡിന്റെ യൂണിഫോം പ്രഷർ മാത്രമേ എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യുള്ളൂ. സോ ദിസ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോഡിംഗ് therefore requires, we can write sigma 1 is equal to sigma 2 is equal to sigma 3 is equal to minus p. This minus sign represents it's in compressive nature ആണ്. എല്ലാ സ്ട്രെസ്സും കംപ്രസീവ് ആയതുകൊണ്ട് നമ്മൾ മൈനസ് പി എന്ന് കൊടുത്തത്. ഓക്കെ, സോ നമ്മളെ ഡയലേറ്റേഷൻ അല്ലെങ്കിൽ വോളിയോമെട്രിക് സ്ട്രെയിൻ നമുക്ക് എങ്ങനെ എഴുതാം? സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ E is equal to നമുക്കറിയാം എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ വൈ പ്ലസ് എപ്സിലോൺ സെഡ്, അല്ലെങ്കിൽ E is equal to 1 minus 2 nu by E സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 ആണ് നമുക്കറിയാം. സോ ഇവിടെ സിഗ്മ 1ന് പകരം മൈനസ് പി എന്ന് കൊടുക്കുക, സിഗ്മ 2ന് പകരം മൈനസ് പി എന്ന് കൊടുക്കുക, ആൻഡ് അഗെയിൻ ഫോർ സിഗ്മ 3 ഓൾസോ സബ്സ്റ്റിറ്റ്യൂട്ട് മൈനസ് പി. സിഗ്മ 1നും സിഗ്മ 2നും സിഗ്മ 3ക്കും മൈനസ് പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൈനസ് 3p എന്ന് വരും. സോ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? We can write dilatation E is equal to minus 3p into 1 minus 2 nu by E എന്നായിട്ട് മാറും. Okay, from this strain equation. Okay, from this volumetric strain equation. Okay, so അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. Or we can write, ഇതൊന്ന് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് ഇപ്പം ഇങ്ങനെ കിട്ടും. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് പി ബൈ ഇ എന്നുള്ള ടേം ഒരുമിച്ച് എഴുതി.
പ്രഷർ ബൈ അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ്. ഈ പി ആണ് നമ്മളെ സോളിഡിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഫ്ലൂയിഡിലാണെങ്കിൽ പ്രഷർ എന്നാണ് യൂസ് ചെയ്യുക, സോളിഡ്സിൽ പ്രഷറിന് പകരം സ്ട്രെസ് ആണ് യൂസ് ചെയ്യുക. സോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? പി ബൈ ഇ എന്നുള്ള ടേമിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഇറ്റ് വിൽ ബി in this format. P by E is equal to E minus E by 3 into 1 minus 2 mu. So ഈ ടേം നോക്കിയാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് പി എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓർ ഡയറക്റ്റ് സ്ട്രെസ് ആണ്. ഫ്ലൂയിഡിൻ്റെ കേസിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് നോർമൽ സ്ട്രെസ് ആണ്. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് ആണ്. ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. സോ ഇറ്റ്സ് ആക്ച്വലി എ റേഷ്യോ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു റേഷ്യോ ആണ്. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. സോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ്. സോ ജസ്റ്റ് ലൈക്ക് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത യങ്സ് മോഡുലസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഇതെല്ലാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ നോർമൽ സ്ട്രെസ് ബൈ നോർമൽ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെസ് മീൻസ് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി മീൻസ് ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ്. അതുപോലെ ഇതും ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ആണ്. സോ ജസ്റ്റ് ലൈക്ക് comparing with these two terms, it's also a constant. That constant is known as K or bulk modulus, elastic bulk modulus, bulk modulus എന്നാണ് അതിനെ വിളിക്കുക. സോ the bulk modulus K is equal to minus E by 3 into 1 minus 2 nu എന്ന് കിട്ടും. If ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് കൺസിഡർ ചെയ്യണം. ഇഫ് ഇതുപോലെ ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇ ബൈ മൈനസ് 3/3k ആണ്. സോ നിങ്ങൾ ബൾക്ക് മോഡുലസിന്റെ ഡെഫിനിഷൻ, ബൾക്ക് മോഡുലസ് ഈസ് ഡിഫൈൻഡ് നത്തിങ് ബട്ട് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓർ ഡയറക്റ്റ് സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ. ഹൈഡ്രോസ്റ്റാറ്റിക് സ്ട്രെസ് അല്ലെങ്കിൽ ഡയറക്റ്റ് സ്ട്രെസ് ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് വിളിക്കുന്ന പേരാണ് ബൾക്ക് മോഡുലസ്, അല്ലെങ്കിൽ ഇതിനെ വോളിയം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നും വിളിക്കും, ഓർ ബൾക്ക് മോഡുലസ്. സിൻസ് ദ റേഷ്യോ പി ബൈ ഇ ഈസ്, ഇതിനങ്ങനെ പേര് വരാൻ കാരണം ഈ റേഷ്യോ സിമിലർ ടു നമ്മളെ യങ്സ് മോഡുലസ് ആണ്. ഇറ്റ് ഈസ് സിമിലർ ടു യങ്സ് മോഡുലസ്. സിഗ്മ ബൈ ഇ എന്നുള്ള റേഷ്യോ ആയിട്ട് സിമിലർ ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ തന്നെയാണ്. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബൾക്ക് മോഡുലസ് ഓർ മോഡുലസ് ഓഫ് വോളിയം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ആൻഡ് the bulk modulus as the unit bulk modulus എന്ന് പറഞ്ഞാൽ അടിയിൽ സ്ട്രെയിൻ ആണ്, ഡിനോമിനേറ്റർ സ്ട്രെയിൻ ആയതുകൊണ്ട് ഇതിന് യൂണിറ്റ് ഇല്ല. സോ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെ ആയിരിക്കും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പാസ്കൽ, കിലോ പാസ്കൽ, മെഗാ പാസ്കൽ എക്സെട്ര. ആൻഡ് ദിസ് ഇസ് ദ എക്സ്പ്രഷൻ കണക്റ്റിംഗ് ബൾക്ക് മോഡുലസ് ആൻഡ് യങ്സ് മോഡുലസ്. അപ്പോൾ നിങ്ങളോട് ഡിറൈവ് ദ റിലേഷൻ കണക്റ്റിംഗ് ബിറ്റ്വീൻ യങ്സ് മോഡുലസ് ആൻഡ് ബൾക്ക് മോഡുലസ് ചോദിക്കുകയാണെങ്കിൽ, തിയറി ക്വസ്റ്റ്യൻ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ, യു ഹാവ് ടു ഡു ദിസ്. നിങ്ങൾ ഇതുപോലെ ഒരു എലമെന്റ് കൺസിഡർ ചെയ്യണം. അതിൽ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, എല്ലാ ഡയറക്ഷനിലും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യണം. അത് പാസ്കൽസ് ലോ വെച്ചിട്ടാണ് നമ്മൾ ഈ പി ഈക്വൽ ആണെന്ന് പറഞ്ഞത്. ഈ എല്ലാ സൈഡിലും പി എന്ന സെയിം എമൗണ്ട് ആയിരിക്കും പ്രഷർ ആക്ട് ചെയ്യുക. അത് ബിക്കോസ് ഓഫ് പാസ്കൽസ് ലോ. സോ അത് വെച്ചിട്ട് ദെൻ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുക, യങ്സ് മോഡുലസ് വോളിയോമെട്രിക് സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ എടുക്കുക. അതിൽ എപ്സിലോൺ എക്സിനും എപ്സിലോൺ വൈക്കും എപ്സിലോൺ സെഡിനും സ്ട്രെസ്സിൻ്റെ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ നമ്മളെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. ഈ ഇക്വേഷനിൽ സിഗ്മ 1നും സിഗ്മ 2നും സിഗ്മ 3ക്കും പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് പ്രഷർ ആയതുകൊണ്ട്, കംപ്രസീവ് ആയതുകൊണ്ട് മൈനസ് പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ടെൻസൈൽ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പി വേറെ 3 ഡയറക്ഷനിലും ടെൻസൈലായിട്ട് സ്ട്രെസ്സസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ മൈനസ് എടുക്കണ്ട. മൈനസ് സിഗ്മ എന്നോ എന്തെങ്കിലും വാല്യൂ, പ്ലസ് സിഗ്മ എന്നോ എന്തെങ്കിലും വാല്യൂ എടുത്താൽ മതി. ഇവിടെ നമ്മൾ പ്രഷറാണ് കൺസിഡർ ചെയ്തത്. സോ മൈനസ് പി വരും. സോ അതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ ഇവിടെ ആക്ച്വലി പ്രഷർ കൺസിഡർ ചെയ്യുമ്പം ഒരു മൈനസ് ഉണ്ട്. ഇനി പ്രഷറിന് പകരം പോസിറ്റീവ് ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് ഈ മൈനസ് അതിൻ്റെ ആവശ്യമില്ല. സോ ദിസ് ദ ജനറലി റിലേഷൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുള്ളൂ, ഇ ഈസ് ഈക്വൽ ടു 3k ഇൻറ്റു 1 മൈനസ് 2 ന്യൂ. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. This is the relation connecting Young's modulus and bulk modulus. E is equal to 3k into 1 minus 2 nu, where E is the Young's modulus, k is the bulk modulus, 2 nu is the Poisson's ratio. E is equal to 3k into 1 minus 2 mu. ഈ ഒരു ഫോർമാറ്റിലാണ് സാധാരണ നമ്മൾ ഓർമ്മിച്ച് വെക്കാറ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ. E is equal to ഇതിനങ്ങോട്ട് കൊണ്ടുപോകുക 3k into 1 minus 2 mu. ഇനി ഇവിടെ പ്രഷർ ആണെങ്കിൽ
മൈനസ് കംപ്രസീവ് സ്ട്രെസ് ആണെങ്കിൽ മൈനസ് സൈൻ വരും, ഇനി ടെൻസൈൽ സ്ട്രെസ് ആണെങ്കിൽ പ്ലസ്. എങ്ങനെയാണോ പ്രോബ്ലം അനുസരിച്ച് ചെയ്യാം. നമ്മൾ ഇതിൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് സ്പീഡിൽ വായിക്കാം. ഇഫ് ദ റെക്ടാങ്കുലർ ബ്ലോക്ക് ഷോൺ ഇൻ ഫിഗർ ഈസ് സബ്ജക്റ്റഡ് ടു യൂണിഫോം പ്രഷർ 140 കിലോ പാസ്കൽ ആണ്. പ്രഷറാണ് തന്നിട്ടുള്ളത്. എല്ലാ സൈഡിലും യൂണിഫോം ആയിട്ട് 140 കിലോ പാസ്കൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഡിറ്റർമിൻ ദ ഡയലാറ്റേഷൻ ഓർ വോളിയോമെട്രിക് സ്ട്രെയിൻ ആൻഡ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്. ടേക്ക് യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു 4 മെഗാ പാസ്കൽ ആൻഡ് പോയ്സോൺസ് റേഷ്യോ ന്യൂ ഈസ് ഈക്വൽ ടു 0.45. അപ്പോൾ ഇതിന് ബൾക്ക് മോഡുലസ് ആയിട്ട് കണക്ഷനൊന്നുമില്ല. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് വോളിയോമെട്രിക് സ്ട്രെയിൻ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം കണ്ടുപിടിക്കണം. ഇനി ഇത് എല്ലാ സൈഡിലും ഇങ്ങനെ പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ ഈ സൈഡിൽ എല്ലായിടത്തും പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. പി എന്നുള്ള വാല്യൂ XYZ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാ ഡയറക്ഷനിലും പി ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ വോളിയം ഡിക്രീസ് ആവും. ആ ഡിക്രീസ് ചെയ്യുമ്പം ഓരോ സൈഡും എത്രയാണ് ചേഞ്ച് ഡിക്രീസ് ആയത്, എക്സ് ഡയറക്ഷനിൽ എത്ര ചേഞ്ച് വന്നു, വൈ ഡയറക്ഷനിൽ എത്ര ചേഞ്ച് വന്നു, സെഡ് ഡയറക്ഷനിൽ എത്ര ഡിക്രീസ് ഇൻ ലെങ്ത് ഉണ്ടായി, അതാണ് കണ്ടുപിടിക്കേണ്ടത്. യങ്സ് മോഡുലസ് 4 മെഗാ പാസ്കൽ, പോയ്സോൺസ് റേഷ്യോ 0.45. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ കാണും. ഫസ്റ്റ് നമുക്ക് ഡയലാറ്റേഷൻ ഒരു വോളിയോമെട്രിക് സ്ട്രെയിൻ കാണാം. വോളിയോമെട്രിക് സ്ട്രെയിൻ കാണാൻ ഫൈനൽ ചേഞ്ച് ഇൻ വോളിയം കിട്ടണം. ചേഞ്ച് ഇൻ വോളിയം ഇനീഷ്യൽ വോളിയം കിട്ടണം. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വോളിയം എത്രയാണോ അത് ചെയ്യണം. സോ ഇവിടെ സ്ട്രെസ്സസ് അല്ലെങ്കിൽ പ്രഷറാണ് തന്നിട്ടുള്ളത്. പ്രഷർ എല്ലാ സൈഡിലും സെയിം ആണ്. സോ സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ഈസ് ഈക്വൽ ടു സിഗ്മ സെഡ് ഈസ് ഈക്വൽ ടു മൈനസ് 140 കിലോ പാസ്കൽ. സോ ഇത് വെച്ചിട്ട് നമുക്ക് സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ അറിയാം. ഒന്നുമില്ലെങ്കിൽ ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി എടുക്കാം. വോളിയോമെട്രിക് സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ ഡയറക്റ്റ്ലി എടുക്കാം. നിങ്ങൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഈ ഇക്വേഷൻ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതെടുത്തിട്ട് അതിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് വന്നാലും മതി. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഡയറക്റ്റ്ലി ഇത് ബൈ ഹാർട്ട് പഠിച്ച് വെക്കുകയാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ സാധാരണ ഈ ഇക്വേഷനാണ് ഓർമ്മിച്ച് വെക്കുക. ഇവിടുന്ന് നേരത്തെ ഇക്വേഷനായിട്ട് ക്ലബ് ചെയ്തിട്ട് ഈ ഇക്വേഷൻസ് ആയിട്ട് ക്ലബ് ചെയ്ത് നമ്മൾ ഇവിടേക്ക് എത്തുകയാണ് ചെയ്യാറ്. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ കേസിൽ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3ക്ക് പകരം എല്ലായിടത്തും പ്രഷറാണ്. ഇതും പി ആണ്, ഇതും പി ആണ്, ഇതും പി ആണ്. 3 പി ആണ് വരുന്നത്. 3ഉം പ്രഷറാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ആയതുകൊണ്ട് മൈനസ് സൈൻ കംപ്രസീവ് ആണ്. സോ മൈനസ് സൈൻ വരും. സോ ഇത് 3 ടൈംസ് ഇതും 3p എന്ന് വരും. മൈനസ് 3p എന്ന് വരും. സോ 3 ഇൻറ്റു മൈനസ് 140 ഇൻറ്റു കിലോ പാസ്കൽ 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ദെൻ 1 മൈനസ് 2 ന്യൂ 0.6 ആണ്. ഈ 4 ഇൻറ്റു 4 മെഗാ പാസ്കൽ ആണ്. മെഗാ മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 10⁻6 പാസ്കൽ. മെഗാ 10⁻6, ജിഗ 10⁻9. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. സോ ചേഞ്ച് ഇൻ വോളിയം ഈസ് ദിസ് മച്ച് 0.0105. വോളിയോമെട്രിക് സ്ട്രെയിൻ, ചേഞ്ച് ഇൻ വോളിയം അല്ല, വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞ സംഭവം ഇത്രയാണ്. സ്ട്രെയിൻ ആയതുകൊണ്ടാണ് മുകളിലും താഴെയും മീറ്റർ ക്യൂബ് ഇട്ട് രണ്ടും വോളിയമാണ്. മുകളിലും ചേഞ്ച് ഇൻ വോളിയം, അടിയിലും വോളിയമാണ്. സോ അവിടെ മൈനസ് സൈൻ വരാൻ കാരണം വോളിയം ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. സ്ട്രെയിൻ എല്ലാം കംപ്രസ് ആണ് ചെയ്യുന്നത്, ഡയമെൻഷൻ കുറയുകയാണ് ചെയ്യുന്നത്. സോ വോളിയോമെട്രിക് സ്ട്രെയിൻ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. നൗ നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്. ഓരോ സൈഡിൻ്റെയും ചേഞ്ച് ഇൻ ലെങ്ത് കാണണം. എക്സ് ഡയറക്ഷനിൽ എത്ര ചേഞ്ച് ഉണ്ടായി, വൈ ഡയറക്ഷനിൽ എത്ര ചേഞ്ച് ഉണ്ടായി, സെഡ് ഡയറക്ഷനിൽ എത്ര ചേഞ്ച് ഉണ്ടായി. അപ്പോൾ അത് കാണണമെങ്കിൽ നമുക്ക് ഓരോ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ കാണണം. എപ്സിലോൺ എക്സ് കാണണം, എപ്സിലോൺ വൈ കാണണം, എപ്സിലോൺ സെഡ് കാണണം. സോ എപ്സിലോൺ എക്സിൻ്റെ ഇക്വേഷൻ എടുക്കുക. സോ എപ്സിലോൺ എക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ബൈ ഇ ഒരു നോർമൽ സ്ട്രെയിൻ ഉണ്ടാവും, മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ വൈ ബൈ ഇ ഉണ്ടാവും. ദെൻ വൈ ഡയറക്ഷനിലുള്ള ലാറ്ററൽ സ്ട്രെയിൻ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്ത അഗെയിൻ മൈനസ് ന്യൂ ഇൻറ്റു സിഗ്മ സെഡ് ബൈ ഇ. ഈ ഇക്വേഷനാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, 1/e പുറത്തെടുത്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഓർമ്മിച്ച് വെക്കാറ്. നോർമൽ ലീനിയർ സ്ട്രെയിനും 2 ലാറ്ററൽ സ്ട്രെയിനും. ഓക്കെ, നൗ ഇതിൽ എല്ലാം സെയിം ആണ്. സിഗ്മ എക്സും സിഗ്മ വൈയും സിഗ്മ സെഡും എല്ലാ വാല്യൂം സെയിം ആയതുകൊണ്ട് എപ്സിലോൺ എക്സ് തന്നെ ആയിരിക്കും. എപ്സിലോൺ എക്സ് will be equal to epsilon y will be equal to epsilon z. Since sigma x ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ sigma x is equal to sigma y is equal to sigma z is equal to minus p. എല്ലാം സെയിം ആയതുകൊണ്ട് എല്ലാ ഡയറക്ഷനിലും ഉണ്ടാകുന്ന നോർമൽ സ്ട്രെയിൻ സെയിം ആയിരിക്കും. സോ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അത് വെച്ചിട്ട് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/e 1/4 × 10⁻6
ദെൻ സിഗ്മ എക്സിന് പകരം ഇവിടെ നമുക്ക് കംപ്രസീവ് പ്രഷറാണ് -140 × 10⁻³ മൈനസ് ന്യൂ പോയിസോൺസ് റേഷ്യോ തന്നിട്ടുണ്ട്. ദെൻ സിഗ്മ വൈ ഈസ് അഗെയിൻ -140. ഇവിടെ സിഗ്മ ഓഫ് സെഡ് ഉണ്ട്, ഇവിടെ ഡിലീറ്റ് ആയി പോയതാണ്. -140 × 10⁻³ ഇവിടെയും വരും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ടെൻസൈൽ സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ കംപ്രസീവ് സ്ട്രെസ് ആയതുകൊണ്ട് ഇതിനൊക്കെ കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ ഡയറക്ഷൻ കൊടുക്കണം, മൈനസ് സൈൻ കൊടുക്കണം. സോ മൈനസ് സൈൻ എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുക്കുക. So the final strain in x direction or strain in y direction or strain in z direction will be equal to this much minus 0.000350 mm per change in length by change in dimension by original dimension. അതുകൊണ്ടാണ് mm എഴുതിയത്. നിങ്ങൾ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ ഡയമെൻഷൻ ഒന്നും എഴുതിയില്ലെങ്കിലും ആൻസർ കറക്റ്റ് ആണ്. സ്ട്രെയിൻ ആയതുകൊണ്ട് ഡയമെൻഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ഒന്നും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതിയത്. Now we have to find out the change in this dimension, initial dimension. This dimension is given as a is equal to 120 mm. അപ്പോൾ ഫൈനൽ ഈ ലോഡ് വരുമ്പം ഈ പ്രഷർ ആക്ട് ചെയ്യുമ്പം അതിൻ്റെ ഡയമെൻഷൻ, ഫൈനൽ ഡയമെൻഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അഗെയിൻ ബി ഈസ് ഗിവൺ ആസ് 60 mm, സി ഈസ് ഗിവൺ ആസ് 90 mm. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബി, ചേഞ്ച് ഇൻ ഡയമെൻഷൻ സി. ഈ 3 ഡയമെൻഷനും കിട്ടണം. ഇത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ഓരോ ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ നമുക്കറിയാം. സ്ട്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ഡയറക്ഷനിലുള്ള ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, സോ ഇപ്പോൾ എ ആണ് കണ്ടുപിടിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു 120 mm ആണ്. സോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ മീൻസ് ഇറ്റ് ഈസ് സ്ട്രെയിൻ ഇൻ എ ഡയറക്ഷൻ ആണ്. ഇപ്പോൾ എ ഡയറക്ഷൻ മീൻസ് ഇറ്റ് ഈസ്, അപ്പോൾ ഇതിൽ ആക്സിസ് ഒന്നും തന്നില്ല. സോ അസ്യൂം എല്ലാം സെയിം ആയതുകൊണ്ട് അസ്യൂം ഇറ്റ് ഈസ് എ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ. സോ ഇതിന്ന് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എപ്സിലോൺ എക്സ് എന്ന് വരും. സോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എ ഈസ് ഗിവൺ ആസ് 120 mm ഇൻറ്റു എപ്സിലോൺ എക്സ് അല്ലെങ്കിൽ എപ്സിലോൺ എ. ഇറ്റ് ഈസ് നോട്ട് അപ്പോൾ മൈനസ് സൈൻ കൊടുക്കുക, ഇൻറ്റു മൈനസ് ചെയ്താൽ ദ ഡയമെൻഷൻ വിൽ ബി ദിസ് മച്ച്. സിമിലർലി ഡെൽറ്റ ബി, ഇത് ഡെൽറ്റ ബി ആണ് കറക്റ്റ് ചെയ്യുക. ഇത് ഡെൽറ്റ സി. ഡെൽറ്റ ബീൻ്റെ ഇനീഷ്യൽ ഡയമെൻഷൻ 60 ആണ്. 60 ഇൻറ്റു അതിൻ്റെ സ്ട്രെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ കിട്ടും. സോ ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഈസ് -210. then delta c is equal to -0.315. ഇതിനെല്ലാത്തിനും മൈനസ് സൈൻ മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ ഉണ്ടായിരുന്ന ലെങ്ത്തിനേക്കാളും ലെങ്ത് ഡിക്രീസ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ദ മൈനസ് സൈൻ റെപ്രസെൻറ്റ്സ് ദർ ഈസ് സം കംപ്രഷൻ ഇൻ ലെങ്ത് ഓർ ഷോർട്ടനിങ് ഇൻ ലെങ്ത്. എ ഡയറക്ഷനിലും ബി ഡയറക്ഷനിലും ഡയമെൻഷൻ എയും ബിയും സിയും എല്ലാം റെഡ്യൂസ് ആവുകയാണ് ചെയ്തത്. റിഡക്ഷൻ ഇൻ ലെങ്ത്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഈച്ച് ഡയമെൻഷൻ ഈസ് ഡിക്രീസ്ഡ്. എല്ലാ ഡയമെൻഷനും ഡിക്രീസ് ആയി.